ചാലക്കുടിയിൽ ITI ഇലക്ഷനോട് ITI സ്കൂളിലെ ഇലക്ഷനോടനുബന്ധിച്ച് അവിടെ വിദ്യാർത്ഥികൾ പ്രകടനം നടത്തുന്നത് കണ്ടു. SFI സംസ്ഥാന ഭാരവാഹിയായ നിതിൻ പുല്ലൻ എന്ന ആള് പോലീസിനെതിരായിട്ട് അതിശക്തമായ രീതിയിൽ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. അയാള് പോലീസ് വാഹനത്തിൽ കയറി നിന്ന് പോലീസിൻ്റെ വാഹനം തല്ലിപ്പൊട്ടിച്ചു. ആ കൂടെ കുറേ വിദ്യാർത്ഥിനികളും ഉണ്ടായിരുന്നു. SFIയുടെ നേതാവും അവരെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാരും കൂടെ അവിടുത്തെ SIക്കെതിരായി വളരെ മോശമായ രീതിയിൽ പ്രസംഗിക്കുകയും അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ മുകളിൽ കയറി എന്ന് കസർത്ത് കാണിച്ച് വാഹനം തല്ലി ഒടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഏതായാലും നിതിൻ പുല്ലനെ അവിടുത്തെ SI വളരെ സ്മാർട്ടാണ്. അയാൾ ഏതായാലും അറസ്റ്റ് ചെയ്തു. അയാളുടെ കൂടെ ഉണ്ടായിരുന്ന അഫ്സൽ, നിർമ്മൽ എന്നിവരെയും അറസ്റ്റ് ചെയ്തു. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് അവിടുത്തെ ഏരിയ സെക്രട്ടറി, CPM ഏരിയ സെക്രട്ടറി അശോകന്റെ നേതൃത്വത്തിൽ നിതിൻ മുല്ലനെ മോചിപ്പിച്ചു കൊണ്ടുപോയി. കേരളത്തിലെ സംസ്ഥാന ഇടതുപക്ഷം ഭരിക്കുന്ന അല്ലെ CPM ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് ഇതുപോലെയുള്ള അവരുടെ അണികളുടെ പ്രവർത്തനം, പോലീസിനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, പൊതുജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വകവെച്ചെടുക്കാൻ കഴിയില്ല. സംസ്ഥാനത്തെ CPM നേതാക്കന്മാർ അവർക്ക് വേണ്ട ഉപദേശം കൊടുത്ത് അവരെ പൊതുമുതൽ നശിപ്പിക്കാതെ, പോലീസിനെ അവഹേളിക്കാതെ അവർ പ്രകടനം നടത്തുമോ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുമോ എന്തുകൊണ്ടും ചെയ്തോട്ടെ. പക്ഷെ ഇപ്പം കണ്ട ദൃശ്യങ്ങളൊക്കെ അവിടുത്തെ SFIയുടെ ഭാരവാഹി എന്ന് പറയുന്ന അയാളും അയാളുടെ കൂടെയുള്ളവരും കാണിക്കുന്ന കോപ്രായങ്ങളെല്ലാം നമ്മൾ കണ്ടു. ഭരണത്തിലിരിക്കുന്ന കക്ഷിയുടെ അണികളെന്ന് കരുതി എന്ത് തോന്നിയാസവും കാണിക്കാനും ഏത് നിയമത്തെയും വെല്ലുവിളിക്കാനും തുടങ്ങിയാൽ നമുക്കിവിടെ ലോ ആൻഡ് ഓർഡർ വലിയ പ്രശ്നങ്ങളാവും. അത് പ്രതികരിക്കാനായിട്ട് പൊതുജനങ്ങളും രംഗത്ത് വന്നാൽ കാര്യങ്ങൾ വഷളാവും. അത് തന്നെയാണ് നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. പരസ്പരം വെല്ലുവിളിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ആക്രമിക്കുന്ന സ്വഭാവവും ആ ആക്രമിക്കുന്ന ആളെ സപ്പോർട്ട് ചെയ്യുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ നമ്മൾ കാണുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. ചാലക്കുടിയിലെ 23/12/2020 ശനിയാഴ്ച ഈ അക്രമം നടത്തിയ നിതിൻ പുല്ലനെ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും CPM ഏരിയ സെക്രട്ടറി നേതൃത്വത്തിൽ അവരെ പോലീസിൽ നിന്ന് വെടിയിച്ചു കൊണ്ടുപോകുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഏതായാലും അവിടുത്തെ SHO സന്ദീപിൻ്റെ നേതൃത്വത്തിലുള്ള ആൾക്കാരും ആ സംഭവത്തോടനുബന്ധിച്ച് ഏകദേശം 8-10 പേരെ അറസ്റ്റ് ചെയ്യുകയും അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിന് തുടർച്ചയായിട്ട് ഇപ്പം കഴിഞ്ഞ ദിവസം ഒളിച്ചിരുന്ന നിതിൻ പുല്ലനെ അവിടുത്തെ SIയും CIയും പാർട്ടികളും ചേർന്ന് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നു. വളരെ നല്ല കാര്യമാണ് ചെയ്തത്. നിയമം കയ്യിലെടുക്കുന്ന, പോലീസിനെ വെല്ലുവിളിക്കുന്ന ഏത് പാർട്ടിക്കാരായാലും ശരി, ഭരണകക്ഷിയായാലും ശരി, പ്രതിപക്ഷമായാലും ശരി, ആരായാലും ശരി, അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. ഏതായാലും SI തീർച്ചയായിട്ടും അഫ്സൽ നല്ല പ്രവൃത്തി ചെയ്തു, നല്ല തൻ്റെ ഇടത്തോടെ വന്നു. ഇതുപോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് നമുക്ക് വേണ്ടത്. അതിനൊപ്പം അവിടുത്തെ SHO സന്ദീപും പ്രവർത്തിച്ച് കാണുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഭരണകക്ഷി ആയാലും ശരി, എതിർകക്ഷി ആയാലും ശരി, ആരായാലും ശരി, നിയമം കയ്യിലെടുക്കുന്നവരെ തീർച്ചയായിട്ടും ഒതുക്കിയേ പറ്റുള്ളൂ. അതിനാണ് പോലീസ് യൂണിഫോം ഇട്ട് വരുന്നത്. ഇതിന് ശേഷം അവിടെ ആ നിതിൻ പുല്ലനെ റിലീസ് ചെയ്ത് പോയ ശേഷം വേറൊരാളുടെ ആക്രോശം കണ്ടു. സംസ്ഥാന SFI ജോയിന്റ് സെക്രട്ടറി ആണ് എന്ന് പറയുന്ന ഒരാൾ ഒരു സോഷ്യൽ എലിമെന്റ്, ഒരു അൺസോഷ്യൽ എലിമെന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെയൊക്കെയാണ് പോലീസിനെ ഓപ്പണായിട്ട് അവിടുത്തെ സബ് ഇൻസ്പെക്ടറെ കൊല്ലുമെന്നും കയ്യും കാലും വെട്ടുമെന്നും വളരെയധികം മോശമായ ഭാഷാപ്രയോഗങ്ങളും, ഇതെല്ലാം കുറ്റകരമാണ്. ഏതായാലും അതിനും കേസെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും 307 വകുപ്പ് അതിനകത്ത് വന്നു. അത് തന്നെയല്ല 294 വന്നിട്ടുണ്ട്. അതുപോലെ പോലീസിനെ ആക്രമിക്കാൻ തുനിയുന്നു, പോലീസിനെ വെല്ലുവിളിക്കുന്നു. ആ കൂടെ കുറേ അധികം ചെറുപ്പക്കാരായ SFI പ്രവർത്തകരും പെൺകുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർ കാണുന്നുണ്ട്. ഏതായാലും നിയമം കൈകളിലെടുക്കുന്നത് വകവെച്ചു കൊടുക്കാൻ കഴിയില്ല. അത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഭരണഘടന അനുസരിച്ചുള്ള കടമകൾ നിർവഹിക്കണം. കാരണം ഏത് ഗവൺമെൻറ് ആയാലും ശരി, നിയമം ആ ഗവൺമെൻറ് അണികളായാലും ശരി, നിയമം കയ്യിലെടുത്ത് ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാക്കിയാൽ
അത് തടയാനുള്ള അധികാരം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഇത്ര ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇവരെ ഈ ലോ ആൻഡ് ഓർഡറിൽ പോസ്റ്റ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ഭരണഘടന അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് മുഖം നോക്കാൻ പാടില്ല. ഏതായാലും ചാലക്കുടിയിലെ SIയും അവിടുത്തെ CAയും കാണിച്ച തൻ്റെ ഇടം തീർച്ചയായിട്ടും നിയമപരമായി അവർക്കുള്ള ബോധം, അയാളെ കസ്റ്റഡിയിൽ എടുക്കാനും അവരെ റിലീസ് ചെയ്തുകൊണ്ട് പോയതിൻ്റെ തട്ടകത്തിൽ കയറി അറസ്റ്റ് ചെയ്യാനും ഒക്കെ കഴിഞ്ഞത് വളരെ നല്ല കാര്യമായിട്ട് കാണുന്നുള്ളൂ. ഇതുപോലെയുള്ള ഓഫീസേഴ്സാണ് നമുക്ക് കേരളത്തിൽ ആവശ്യം.